ഫ്രണ്ട്സ് തിരട്ട് പോവാം. ഹീറോയി കോളേജിൽ വന്നു ഡേസ് കഴിഞ്ഞ് കോളേജിൽ വന്നു ജിമ്മിനെ ഹീറോയിനെ നോക്കി നക്കിച്ചത്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ ഹീറോയ്ക്ക് മുമ്പ് പറയുന്നത് നല്ല നെഞ്ചായിരുന്നു. മതി ചെക്കനും കിട്ടി കണ്ടുപിടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പാർട്ടി എൻജോയ് ചെയ്യാൻ ഹീറോയ്ക്ക് ശരി. അങ്ങനെ ജിമ്മിനോർക്ക് കുറച്ച് സാഡായിരുന്നു. ജിമ്മിനെ മാരേജ് കഴിക്കായിരുന്നു. ഹീറോയി സാഡായിരുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് ഒരു ന്യൂസ് വന്നായിരുന്നു. ജിമ്മിന് എന്താണെന്നറിയില്ല. ജിമ്മിൻ സാർ കുറച്ച് സന്തോഷത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അമ്മയും കൂടെ സംസാരിക്കുന്ന ജിമ്മിനെ കാണുമ്പോൾ ഹീറോയ്ക്ക് ചില തോന്നും. ശരി പോടാ എന്ന് ഹീറോയ്ക്ക് കണ്ട് കഥ പോയിരുന്നു. ജിമ്മിന് ശരിക്കും സ്മൈൽ ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് നല്ല ഒരു പട്ട് സാരി, ഗോൾഡ് ആയിട്ടൊരു ഗോൾഡ് കളർ സാരി, ഗോൾഡ് അങ്ങനെ ഒരു പിങ്ക് കളർ ഒരു സാരി, നല്ല ഗോൾഡ് കളർ നല്ല ഭംഗിയുള്ള സാരിയാണ്. ഹീറോയി റെഡി ആയിട്ട് വന്നു. ഡയമണ്ട് മാറി അങ്ങനെയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പട്ട് സാരി എടുത്ത് ഹീറോയിനെ കൊണ്ടുവന്നായിരുന്നു. ഹീറോയിൻ തല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന് ഹീറോയിൻ എടുത്ത് അങ്ങനെയായിട്ട് ഹീറോയിൻ മനസ്സിലിരിക്കുക എൻ്റെ ലൈഫ് മൊത്തം പോയി. അങ്ങനെ ഹീറോയിൻ സാഡായിരുന്നു. അങ്ങനെയായിട്ട് ഇങ്ങനെ എല്ലാം തുടങ്ങിയായിരുന്നു. അങ്ങനെ താലി കെട്ടാന്നാണ് പറഞ്ഞത്. താലി കെട്ടി. ഹീറോയ്ക്ക് ജിമ്മിനിക്ക് മാരേജായി. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും സംസാരിക്കുക. കാണാൻ നല്ല സുന്ദരനാണ് ഇങ്ങനെ പറഞ്ഞു. ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. ഫ്രണ്ട് വന്ന് കൊണ്ടുവരുമ്പോൾ ഷോക്കായിരുന്നു. ജിമ്മിൻ സാറായത് എന്നൊരു ഷോക്കായിരുന്നു. ഹീറോയ്ക്ക് പറയേണ്ട സർപ്രൈസ്. ഇവൾക്ക് ഭയങ്കര ഹാപ്പിയാവും. ഫ്രണ്ട്സൊക്കെ സാഡായിരുന്നു. ജിമ്മിൻ സാർക്ക് മാരേജ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഹാപ്പി ആവാത്തത്. അങ്ങനെ രണ്ടുപേർക്ക് ഭയങ്കര ഹാപ്പി ആകാനും പറയാൻ തുടങ്ങി. എടി ഇവളൊരു ഭാഗ്യമാണ്. ജിമ്മിൻ സാറ് ഹീറോയിനൊന്ന് സെറ്റ് അടിക്കുകയാണ്, നമ്മളെ ഫ്രണ്ടിനെ സെറ്റ് അടിക്കുകയാണ് എന്നെ പറഞ്ഞതെന്ന്. അതുകൊണ്ട് അനു പറയായിരുന്നു, ദിയ പറയുന്നു. അങ്ങനെ രണ്ട് സർപ്രൈസ് ഔട്ട് തന്നു. ഹീറോയി അങ്ങനെ കല്യാണം നല്ല നടന്നു. വീഡിയോസ് എല്ലാം ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഫ്രണ്ട്സ് എല്ലാം ഹീറോയിൻ്റെ കോമഡി വീഡിയോ നോക്കാമെന്ന്. അങ്ങനെയായിട്ട് ഇങ്ങനെയായിട്ട് അമ്മ എല്ലാം കുറച്ച് ഉറങ്ങാൻ പറഞ്ഞു. രണ്ടുപേരും ഇഷ്ടം എടുത്തു. നൈറ്റായിരുന്നു. പാലൊന്ന് റൂമിൽ കഴിച്ചു. അങ്ങനെ ഹീറോയി പാലെടുത്തോണ്ട് വന്നു. ലോക്ക് ചെയ്തു. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കും, എനിക്ക് കുറച്ച് ടൈം വേണം എന്നായിട്ട് ഹീറോയി പറയുമായിരുന്നു. അങ്ങനെ ജിമ്മിൻ ലോക്ക് ചെയ്ത് പറയുന്നത്, നിനക്ക് ടൈം വേണോ എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അടുത്ത് വരാൻ എനിക്ക് ടൈം വേണ്ട, ഞാൻ നിച്ചു പോയി എന്ന് പറഞ്ഞായിരുന്നു. ഈ വോയിസോടെ കേട്ടോ ഞാൻ തിരിഞ്ഞൊക്കെ ജിമ്മിൻ ഷോക്കായി. സാർ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യാം? സാറാ നീ എൻ്റെ വൈഫാ എന്ന് പറഞ്ഞ് ഷോക്കായിരുന്നു. ഫ്രണ്ട് കോൾ ചെയ്തായിരുന്നു. ജിമ്മിൻ പറയാം ഫ്രണ്ട് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ജിമ്മിൻ സ്മോക്ക് ചെയ്തു. അങ്ങനെ അറ്റൻഡ് ചെയ്തു. മച്ചി കൺഗ്രാറ്റ്സ് ഡി. എന്താടി ജിമ്മിൻ ഫ്രീക്ക് ഓൺ ചെയ്തു. നീ ലവ് ചെയ്തുമായിരുന്നു, പ്രപ്പോസ് ചെയ്യാൻ പേടിയായിരുന്നു. എനിക്ക് ജിമ്മിൻ സാർ വേറെ ആരും കൂടി ഇരിക്കും. ഭാഗ്യം. എത്ര കൺഗ്രാറ്റ്സ് ജിമ്മിൻ സ്മോക്ക് ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്നു ഫീലിംഗ്. ജിമ്മിനെ എല്ലാ കേട്ടോ ജിമ്മിനെ ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയ്ക്ക് അങ്ങനെ ജിമ്മിൻ ഫോണോട് വിട്ടു. താങ്ക്സ് എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഫ്രണ്ട്സ് ഷോക്ക്. ജിമ്മിൻ സാറല്ലേ ഹീറോയിൻ ബെഡ് തള്ളി കിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേർക്കും റൊമാൻസ് നടക്കാൻ തുടങ്ങി.